അവർ പറയുന്നത് വരുന്ന എല്ലാ ആശമാരാണ്. അതെങ്ങനെ ഒരിക്കും ഞങ്ങളുടെ വാർഡിലെ എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളെയും തൊഴിലുറപ്പ് ആൾക്കാരെയും എല്ലാം വിളിച്ചിട്ടുണ്ട്. വണ്ടി ഫ്രീ ആണ്, നിങ്ങൾ എല്ലാവരും കയറി വരിക. ഇന്ന് 19 ദിവസം വരെ അവർ കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ 19 ദിവസം വരെ ഞങ്ങൾ ഇവിടെ രാപ്പകൽ സമരം ചെയ്യണമെങ്കിൽ അത് കടുംപിടുത്തമല്ലേ? ഓൾറെഡി ഞങ്ങൾക്ക് തരേണ്ട പൈസ അവർ തന്നു തീർത്തത്. അല്ലാതെ ശരി നിങ്ങൾക്ക് വരാൻ അടുത്ത 2 മാസത്തെ പൈസ എന്ന് പറഞ്ഞാൽ മുൻകൂർ തന്നതൊന്നും അല്ല. അവർ ഇത്രയും ഇത് പറയാനായിട്ട് ചിലപ്പോൾ 2000 കിട്ടും, ചിലപ്പം 3000 കിട്ടും, ചിലപ്പോൾ 1000 രൂപയായിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാം കൂടെ എത്ര കിട്ടും? നമസ്കാരം. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ കടുംപിടുത്തമില്ല എന്നും മറ്റേത് സംസ്ഥാനത്തേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ ആശാ വർക്കേഴ്സിന് നൽകുന്നത് കേരളമാണ് എന്ന വാദവുമായി കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് രംഗത്ത് വന്നിരുന്നു. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് കടുംപിടുത്തമില്ല എന്നും മറ്റ് ഏത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ആശാ വർക്കേഴ്സിന് നൽകുന്നത് കേരളമാണ് എന്നുമാണ്. കാരണം കടുംപിടുത്തം ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് 19 ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്തിട്ട് ഞങ്ങളുടെ കാര്യം എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? അപ്പൊ പിന്നെ അത് കടുംപിടുത്തം അല്ലാതെ പിന്നെ എന്താ പറയുക? മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് കൂടുതൽ കിട്ടുന്നു? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു ദിവസം ഒരാൾക്ക് കൂലിപ്പണിയാണ് 750 രൂപ ഉണ്ട്, ഞങ്ങൾക്ക് കിട്ടും 232 രൂപ. അതൊരു വലിയ കൂലിയാണോ? മറ്റേ ഇൻസെൻറ്റീവ് നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് കിട്ടുന്നത്, അത് നമുക്ക് വരുന്ന അനുസരിച്ച്. ഇപ്പോൾ 10 ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ 200 രൂപ കിട്ടും. അത് കിട്ടണമെന്നില്ല. എല്ലാ മാസം 5, 2, 3, 1 ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതായത് ഒരു അമ്മയും ഒരു ഗർഭിണിയെ 3 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് 300 രൂപ കിട്ടുന്നത്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രസവിച്ചാലേ അടുത്ത് കിട്ടത്തുള്ളൂ. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവ് നമുക്ക് ഇട്ട ഒരു നിശ്ചിത തുക ഇല്ല ഇൻസെൻറ്റീവിന്. അത് നമ്മുടെ കിട്ടുന്ന അനുസരിച്ചേ ഉള്ളൂ. ചിലപ്പോൾ 2000 കിട്ടും, ചിലപ്പം 3000 കിട്ടും, ചിലപ്പോൾ 1000 രൂപയായിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാം കൂടെ എത്ര കിട്ടും? ആദ്യം 13,200 കിട്ടുമെന്ന് പറയുന്നവർ ഇപ്പോൾ വാർത്ത കണ്ട് 10നും 11നും ഇടയ്ക്ക് കിട്ടുന്നെന്ന്. അപ്പോൾ അവർക്ക് സൗകര്യം കണ്ടതിൽ അവർ പറയുന്നു. അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അവർ വലിയ കാര്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ കുടിശ്ശികയെല്ലാം തന്നു തീർത്തു എന്ന്. അത് അവര് ഞങ്ങൾക്ക് തരേണ്ടതല്ലേ? എല്ലാ മാസവും എല്ലാവരും അക്കൗണ്ടിലും എത്തിയോ? അക്കൗണ്ടിൽ ഏകദേശം പേരുടെയൊക്കെ വന്നു. വരാത്തവരും ഉണ്ടെന്ന് പറയുന്നു. അതെന്തായാലും അവർ തന്നത് തന്നെയാണ്. പക്ഷെ അത് അവതാരിയല്ല, ഞങ്ങൾ ജോലി ചെയ്ത പൈസ വന്നത്, അല്ലാതെ നമുക്ക് മുൻകൂട്ടി അവർ തന്നതൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണ്. അവർ മാസം തോറും തരേണ്ടവരാണ്. 3 മാസം പെൻഡിങ് ഇട്ട് ഇപ്പൊ നമുക്ക് തന്നത്. അത് ഈ സമരത്തിന്റെ ഫലമായിട്ട്, ഞങ്ങളിപ്പോൾ ചെയ്യുന്ന സമരത്തിന്റെ ഫലമായിട്ട്. ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 21,000 രൂപ ഓണററി അല്ലെങ്കിൽ സാലറി ആയിട്ട് ഞങ്ങൾക്ക് തരിക. അതാണ് ഞങ്ങളുടെ മെയിൻ ഡിമാൻഡ്. അടുത്തുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് 62 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾ റിട്ടയർമെന്റ് ആകുമ്പോഴേ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അധിക എമൗണ്ട് ഒന്നും അല്ല. കാരണം ഇത്രയും വർഷം നമ്മൾ ഇവർക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു 62 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പം പല അസുഖമായിട്ടായിരിക്കാം പല ആൾക്കാരും പോകുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഈ 5 ലക്ഷം കിട്ടുന്നവർക്ക് ഒരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഒരു ഫണ്ട് അനുവദിക്കണമെന്ന്. പിന്നെ ഞങ്ങൾക്ക് പെൻഷൻ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ അവരോട് ഗവൺമെന്റ് അപ്പോഴും പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ല എന്നാണ്. പിന്നെ എന്തിന് ഈ സമരം ഇത്ര ശക്തമാകാൻ വരെ ഈ സർക്കാർ കാത്തു നിന്നു? അതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്. കടുംപിടുത്തമില്ല എങ്കിൽ ഇന്ന് 19 ദിവസം വരെ അവർ കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ 19 ദിവസം വരെ ഞങ്ങൾ ഇവിടെ രാപ്പകൽ സമരം ചെയ്യണമെങ്കിൽ അത് കടുംപിടുത്തമല്ലേ? അല്ലെങ്കിൽ അവർക്ക് എന്നേ സോൾവ് ചെയ്യായിരുന്നു. ശരി, നിങ്ങളുടെ ഓണററിയം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവർ ഒരു വാക്കാൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അത് ഇപ്പോഴും സോൾവ് ചെയ്തില്ല. ഈ കുടിശ്ശിക തന്ന് തീർക്കുകയാണ് ചെയ്യുന്നത്. കുടിശ്ശിക തന്ന് തീർത്തു. അതൊരു പ്രശ്നമല്ലല്ലോ. കാരണം നമ്മുടെ ആവശ്യമാണല്ലോ, അത് നമുക്ക് തരേണ്ടതുമാണല്ലോ. ഓൾറെഡി ഞങ്ങൾക്ക് തരേണ്ട പൈസ അവർ തന്നു തീർത്തത്. അല്ലാതെ ശരി നിങ്ങൾക്ക് വരാൻ അടുത്ത 2 മാസത്തെ പൈസ എന്ന് പറഞ്ഞാൽ മുൻകൂർ തന്നതൊന്നും അല്ല. അവർ ഇത്രയും ഇത് പറയാനായിട്ട് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട പൈസ അവർ ഞങ്ങൾക്ക് തന്നത് കുടിശ്ശിക. അപ്പൊ അത് തന്നു തീർത്തു, മനസ്സിലായി. പക്ഷേ എങ്കില് ഞങ്ങൾക്ക് എല്ലാ മാസം 5-ാം തീയതിക്ക് മുമ്പ് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഏതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്ക് എല്ലാ മാസം 5-ാം തീയതിക്ക് മുമ്പ് അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും, നിർബന്ധം. അത് വരും. അപ്പൊ ഞങ്ങൾക്കത് അവർ തരുന്നില്ല. 2 മാസം 3 മാസം ചിലപ്പോൾ 4-5 മാസത്തെ പൈസ അവരായതുകൊണ്ട് അപ്പൊ ഇങ്ങനെ 1-2 മാസത്തെ അവർ ഇഷ്യൂ ചെയ്യും.
അപ്പൊ അത് നമുക്ക് തരണം, നമ്മുടെ ആവശ്യമാണ്, അത് നമുക്ക് തരേണ്ട പൈസയുമാണ്. അതിന്റെ പേര് പറഞ്ഞ് അവർ വലിയ ഇത് കാണിക്കേണ്ട കാര്യവുമില്ല. നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി കൂട്ടുക, അതാണ് നമ്മുടെ പ്രധാന ആവശ്യം. ഈ 231 രൂപ അല്ലെങ്കിൽ 2 രൂപ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ സമരം നടക്കുന്നതിന് ഇടയിൽ അതായത് മന്ത്രി ഒരു ഷോ കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവർ ഞങ്ങളെ വിളിക്കുമായിരുന്നില്ലേ? ഞങ്ങളെ വിളിച്ച് ഞങ്ങള് ഈ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ വിളിച്ചുള്ളൂ. ഒരു പ്രാവശ്യം ഞങ്ങൾ അങ്ങ് പോയി കണ്ടു, അടുത്ത ഞങ്ങളെ വിളിച്ചു. പക്ഷെ വിളിച്ചിട്ട് അപ്പോഴും അവർ പറഞ്ഞത് എന്തോന്നാണ്, ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങളുടെ കടമാണ്, ധനകാര്യ മന്ത്രിയായിട്ട് ആലോചിക്കണം, എനിക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഇതുവരെ ആലോചിക്കാൻ പറ്റിയില്ലേ? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് മറ്റേ എന്തോന്ന് PSC-കാർക്ക് 1.5 ലക്ഷം രൂപ വരെ കൂട്ടി കൊടുത്തത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ അവർക്ക് ഫണ്ടുണ്ട്, ആശമാരുടെ ആവശ്യങ്ങൾക്ക് തരാൻ ഫണ്ടില്ല. എല്ലാം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പരിഗണിച്ചിട്ട് അവർ പറയട്ടെ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുപോലെ ഇന്ന് CITയുടെ സമരം, അത് അവരുടെ ആവശ്യം, അവർ സമരം വയ്ക്കുക ഉദ്ദേശിച്ചില്ല. പക്ഷെ അവർ പറയുന്നത് വരുന്ന എല്ലാ ആശമാരാണ്. അതെങ്ങനെ ഒരിക്കും? ഞങ്ങൾക്ക് 1-2 പേര് വിളിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ വാർഡിലെ എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളെയും തൊഴിലുറപ്പ് ആൾക്കാരെയും എല്ലാം വിളിച്ചിട്ടുണ്ട്, വണ്ടി ഫ്രീ ആണ്, നിങ്ങൾ എല്ലാവരും കയറി വരിക. അപ്പൊ അറിയത്തില്ല, വന്ന് നോക്കുമ്പോ അറിയാം. അതേസമയം നിങ്ങൾ അരാജക സംഘടനയാണ് എന്നാണ് പറയുന്നത്. അതാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആശയം ആരോട് ചോദിച്ചാലും ID കാർഡ് ഉണ്ട്, നിങ്ങൾ വേറെ ഒന്നും ചോദിക്കണം, നിങ്ങളുടെ ID കാർഡ് അതിപ്പോ പറഞ്ഞു അല്ലേ? ID കാർഡ് ഉണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ വരുന്നവരൊക്കെ. അവരുടെ PHC എന്ന് പറയട്ടെ, ഡോക്ടർ എന്നുണ്ട്, അവിടെ ജോലി എന്തെന്നാണ് അവർ പറയട്ടെ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ അവർ ആശമാരാണോ മറ്റു ജോലി ചെയ്യുന്നവരാണോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആശാവർക്കർമാരോട് അനുഭാവമായ നിലപാടാണ് ഉള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ഓണറേറിയും ഇൻസെൻറ്റീവും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്നാണ്. എന്നിട്ടും ഇവരുടെ ഇപ്പോൾ വേതന കുടിശ്ശികയെല്ലാം തന്നെ കൊടുത്ത് തീർത്തിരിക്കുകയാണ്. എന്നാലും ആശാവർക്കർമാരുടെ മറ്റ് ആനുകൂല്യങ്ങൾ, മറ്റ് ആവശ്യങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.